ശ്രീ ജയചന്ദ്രൻ ചോദ്യം കേട്ട് കാണുമെന്ന് കരുതുന്നു. ഇപ്പോഴത്തെ ഈ ചാൻസലറുടെ നടപടി അത് അക്കാഡമിക്കലാണോ അതോ പൊളിറ്റിക്കലാണോ? ഇത് അസിത, ഇതിൽ കുറച്ചുകൂടെ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു പോകാം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഈ വിഷയത്തിൽ വി സിയെ മുൻനിർത്തി, വൈസ് ചാൻസലറെ മുൻനിർത്തി ചാൻസലർ അദ്ദേഹത്തിൻ്റെ ഒരു അജണ്ട ഇംപ്ലിമെൻ്റ് ചെയ്യാനാണ് ശ്രമിച്ചത്. അപ്പോൾ എന്താണ് സംഭവിച്ചത്? കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് കുറേ കാലമായി ജനാധിപത്യ വിരുദ്ധമായി അങ്ങനെയാണ് ഗവർണർ ഇടപെടുന്നതെന്ന് SFI അടക്കമുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾക്ക് ശക്തമായ വിമർശനവും പ്രതിഷേധവും ഉണ്ട്. കേരള സർക്കാരിനും അത്തരത്തിൽ ഗവർണറുടെ ഇത്തരത്തിലുള്ള നടപടികൾ ശരിയല്ല എന്ന് വ്യക്തമായ അഭിപ്രായമുണ്ട്, പലപ്പോഴും പറഞ്ഞിട്ടുമുണ്ട്. ആ ഒരു ഘട്ടത്തിൽ, ആ ഒരു സാഹചര്യത്തിലാണ് പ്രോ വൈസ് ചാൻസലർ, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പ്രോ വൈസ് ചാൻസലറും കൂടെയാണല്ലോ അവർ ഇടപെടുന്നത്. അത് ഉത്തരവാദിത്തോടെ സർക്കാർ ഇടപെട്ടതാണെന്നേ ഞാൻ അങ്ങനെ തന്നെ കരുതുന്നയാളാണ്. അല്ലെങ്കിൽ ഈ വി സിയെ മുൻനിർത്തി ഗവർണർ നടപ്പാക്കാൻ ഉദ്ദേശിച്ചിരുന്ന അജണ്ട നടപ്പാകുമായിരുന്നു. അതിനുള്ള ബഹളമാണല്ലോ, അതിനുള്ള അന്തരീക്ഷവും അതിനുള്ള മറ്റ് സമാന സാഹചര്യങ്ങളുമാണല്ലോ സൃഷ്ടിച്ച് കൂട്ടിയത്. അത് പ്രോ വൈസ് ചാൻസലറുടെ പ്രോ ചാൻസലറുടെ വരവോടുകൂടി ബിന്ദു ടീച്ചറിൻ്റെ വരവോടുകൂടി, അവർ അധ്യക്ഷത വഹിച്ചതോടുകൂടി ചാൻസലറുടെ നീക്കമാണ് പൊളിഞ്ഞത്. അതിന് വി സി കിടന്ന് ബഹളം വെക്കുന്ന നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സ്ട്രെയിറ്റ് ആയിട്ട് കാര്യത്തിലേക്ക് വരണം. അതുതന്നെയാണ് കാര്യം. കേരളത്തിൽ ഈ പണി നടപ്പില്ല എന്ന് തെളിയിക്കുകയാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഇന്നലെ ചെയ്തത്. അതാണ് ചെയ്യേണ്ടത്. ചെയ്യേണ്ട പണി വൃത്തിയായിട്ട് ചെയ്യാൻ സംസ്ഥാന സർക്കാരിന് അറിയാം എന്ന് ബോധ്യപ്പെടുത്തുകയാണ് ചെയ്തത്. ഒരു പരിധിവരെ നമ്മളെല്ലാത്തിനും ഒരു സഹിഷ്ണുത കാണിക്കും, ക്ഷമിക്കും. പക്ഷെ പിന്നെയും തലയെ കയറി ജനാധിപത്യ വിരുദ്ധത തന്നെയാണ് തൊഴിലാക്കിക്കൊണ്ട് നടക്കുന്നതെങ്കിൽ ഇതല്ലേ മാർഗമുള്ളൂ. എന്നിട്ട് പറയുന്നത് എന്താണ്? ക്രിമിനലിനോട് സംസാരിക്കേണ്ട കാര്യമില്ല. അദ്ദേഹത്തിന് ഇപ്പോൾ ഏതായാലും കേരളത്തിൽ എങ്കിലും ഇപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്, ഗവർണർ എന്ന വ്യക്തി കേരളത്തിൻ്റെ ദൗർഭാഗ്യവശാൽ ചാൻസലറും കൂടെയാണ്. അദ്ദേഹം ഭരണഘടനാ പദവിയാണല്ലോ വഹിക്കുന്നത്. അതേപോലെ തന്നെ ഭരണഘടനാ പദവി വഹിക്കുന്ന ആളാണല്ലോ വിദ്യാഭ്യാസ മന്ത്രി, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി. ആ മറ്റൊരു ഭരണഘടനാ പദവി വഹിക്കുന്ന വ്യക്തിയെ, പ്രത്യേകിച്ചും സംസ്ഥാനത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയെയാണ് ക്രിമിനൽ എന്ന് ഈ ഗവർണർ വിളിച്ചിരിക്കുന്നത്. ഒറ്റ കാര്യമുള്ളൂ അങ്ങനെ വിളിക്കാൻ. ചില വഷളന്മാർക്ക് അങ്ങനെ ആ പദവി പ്രയോഗിക്കാൻ കഴിയും ഏറ്റവും മിതമായ ഭാഷയിൽ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ചില വഷളന്മാർക്ക് ഒരു ധാരണയുണ്ട്, അവനവനെ പോലാണ് എല്ലാവരും. അങ്ങനെ ധരിച്ചിട്ടാണ് ഈ മാന്യദേഹം പ്രവർത്തിക്കുന്നതും പെരുമാറുന്നതും പറയുന്നതും. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇങ്ങനെ പറയേണ്ടി വരുന്നത്. ആരൊക്കെയാണ് ക്രിമിനലുകൾ? കണ്ണൂർ എന്ന ജില്ലയിലുള്ള മുഴുവൻ ആൾക്കാരും ക്രിമിനലുകൾ, SFI എന്ന വിദ്യാർത്ഥി സംഘടനയുടെ പ്രവർത്തകർ മുഴുവൻ ക്രിമിനലുകൾ. ഇപ്പോൾ ഇതാ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി, ഭരണഘടനാ പദവി വഹിക്കുന്ന സംസ്ഥാനത്തെ ഒരു മന്ത്രി, പ്രധാനപ്പെട്ട ചുമതലയുള്ള മന്ത്രി ക്രിമിനൽ. ഈ മാന്യദേഹം ആരാണെന്നാണ് അദ്ദേഹം ധരിച്ചു വച്ചിരിക്കുന്നത് എന്നുള്ളത് ഇനി അദ്ദേഹത്തിന് ആരും പറഞ്ഞു കൊടുക്കാനില്ല. എന്നിട്ടും എൻ്റെ പ്രിയ സുഹൃത്ത് കൃഷ്ണദാസിനെ പോലുള്ളവർക്ക് ഇതിവിടെ വന്ന് ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയില്ലാത്ത ഈ കാര്യം എന്തടിസ്ഥാനത്തിൽ അദ്ദേഹം ന്യായീകരിക്കുന്നത്? UGC റെഗുലേഷനൊക്കെ പോട്ടെന്നേ, യൂണിവേഴ്സിറ്റി സ്റ്റാറ്റ്യൂട്ട് ഉണ്ടല്ലോ ഇവിടെ. ഈ സ്റ്റാറ്റ്യൂട്ട് വായിച്ച് മനസ്സിലാക്കാൻ സാധാരണ ഈ ലിറ്ററസിയുള്ള സാമാന്യ സാക്ഷരതയുള്ള ആർക്കും കഴിയുന്നതാണെന്നേ. അതെങ്കിലും വായിച്ച് പഠിക്കണ്ടേ? ഇപ്പോൾ അസിത പറഞ്ഞു, സെനറ്റ് മെമ്പർ പറഞ്ഞു, ഇല്ലേ? ഈ കാര്യങ്ങൾ പറഞ്ഞില്ലേ? എന്നിട്ടും മനസ്സിലാവുന്നെങ്കിൽ പ്രിയപ്പെട്ട കൃഷ്ണദാസ്, ആർക്കാണ് താങ്കളെ മനസ്സിലാക്കി തരാൻ കഴിയുക? ഇത് പച്ചയായി ഗവർണറെ രാഷ്ട്രീയം കളിക്കുന്നതിന് പച്ചയ്ക്ക് മറുപടി കൊടുക്കുകയായിരുന്നു. എനിക്കൊരു തർക്കവുമില്ല കാര്യത്തിൽ, അത് തന്നെയാണ് വേണ്ടത്. പിന്നെ ക്രിമിനലിൻ്റെ കാര്യമൊക്കെ അദ്ദേഹത്തിന് തൻ്റെ ഇടമുണ്ടെങ്കിൽ, ഞാൻ ആ പദവി പ്രയോഗിക്കുന്നുള്ളൂ കേട്ടോ, അദ്ദേഹത്തിന് ഈ ഗവർണർ എന്ന ചാൻസലർക്ക് തൻ്റെ ഇടമുണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യം, നടന്ന സെനറ്റ് യോഗം അസാധുവാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പുതിയ സെനറ്റ് മീറ്റിംഗ് വിളിച്ചു കൂട്ടാൻ തൻ്റെ ഇടമുണ്ടോ ഈ ചാൻസലർക്ക്? ഉണ്ടെങ്കിൽ അത് ചെയ്ത് കാണിക്കണം. അപ്പോഴാണ് അദ്ദേഹത്തിന് തൻ്റെ ഇടമുണ്ടെന്ന് പറയാനാവുക. അല്ലാതുള്ളതെല്ലാം വെറും വാചാടോപമാണ്. അതിലൊന്നും ഒരു കഥയുമില്ല പ്രിയപ്പെട്ട കൃഷ്ണദാസ്.